ഹലോ. സുകുമാരിയ സാറേ, സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതൊക്കെ ഒന്ന് നടന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആ, മിക്കവാറും അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ നടക്കും. നാളെ രാവിലെ നിങ്ങൾ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ സാറേ? നിങ്ങൾക്ക് കണിമംഗലത്തേക്ക് തിരിച്ചു പോകണ്ടേ? പ്രിയങ്കയ്ക്ക് വരുണിന്റെ ഭാര്യയായിട്ട് ജീവിക്കണ്ടേ? വേണം സാറേ. അതിനു വേണ്ടിയാണല്ലോ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നേ. നാളെ തന്നെ അങ്ങോട്ട് പോകാൻ പറ്റുമോ സാറേ? നിങ്ങൾ വരൂ, വേണ്ട രീതിയിൽ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. സാറേ, കണിമംഗലത്തുകാർക്ക് വലിയ വലിയ ഇടങ്ങളിൽ നല്ല പിടിപ്പുള്ളതാ. ജയഭാരതിയെ വിടാൻ പറഞ്ഞിട്ട് ഒരുപാട് വിളി വരും. ദേ, കൊന്നാലും വിടരുത് സാറേ. അവരിപ്പോ എന്റെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോഴും ഉണ്ടാവും. അയ്യോ എന്റെ പൊന്ന് സാറേ, സത്യം പറഞ്ഞ ഒരു കർപ്പൂര തട്ടെടുത്ത് സാറിനെ ഇങ്ങനെ അങ്ങ് ഒഴിയാൻ തോന്നുന്നു എനിക്ക്. സാറ് ഞങ്ങളുടെ ദൈവമല്ലേ ഇപ്പോ. അപ്പോ നമുക്ക് രാവിലെ കാണാം. എടി മോളെ, CI സാർ ഏതാണ്ട് തീരുമാനിച്ച മട്ട. നാളെ തന്നെ നമ്മളെ കണിമംഗലത്തേക്ക് കൊണ്ടുപോകാനാ പ്ലാൻ. ആണോ മുത്തശ്ശി? ആ, CI ഒരു പെരുങ്കള്ളനാണെന്നുള്ളത് ഒരു ഭാഗം. പക്ഷേ അയാൾക്ക് ബുദ്ധിയില്ല. നിനക്ക് ബുദ്ധിയും ബോധവും ഇല്ല എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? സത്യത്തില് അതാ അവര് കണ്ണും പൊട്ടി കൂടെ നിൽക്കുന്നേ. ഈ ബുദ്ധി ഇല്ലാത്തവർക്കൊക്കെ ഒരു സഹതാപം കിട്ടൂടി മോളെ. എത്ര ഇടങ്ങളിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. എല്ലാ കാലത്തും എന്നെ ഇങ്ങനെ ബുദ്ധിയില്ലാത്തവളായിട്ട് നടത്തിക്കാനാണോ ഉദ്ദേശം? ആ, ഇനി കാര്യങ്ങളൊന്നും ഒതുങ്ങിത്തീരുന്നത് വരെ അതുവരെ നീ ഇങ്ങനെ നടക്ക്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് പുറത്തിറങ്ങാം. മുത്തശ്ശി പറഞ്ഞ സത്യ. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാ ഒന്ന് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന. എന്നാ ഇറങ്ങിയാലോ നമുക്ക്? എന്തുപറ്റി? മുത്തശ്ശിയുടെ കാര്യം ഓർത്തിട്ടാണോ? അല്ല. പിന്നെ സത്യം പറ, തനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്നുണ്ടോ? ഉണ്ട്. അതിനെന്താ സംശയം? മുത്തശ്ശി സ്റ്റേഷനിൽ നിന്ന് വന്നത് തന്നെ ഏറ്റവും വലിയ സന്തോഷമല്ലേ? മുത്തശ്ശിയുടെ മനസ്സ് ഓക്കെയാണെന്നുള്ളത് അടുത്ത സന്തോഷം. പ്രിയങ്കി മുത്തശ്ശീന് നമ്മളെ ശല്യപ്പെടുത്തില്ല എന്ന് പറയുമ്പോ സന്തോഷത്തിന് അതിരുമില്ല. ആ സന്തോഷമൊന്നും എന്നോട് കാണിക്കാത്തത്. അയ്യോ, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ കാണിക്കണ്ടേ? കാണിക്കണ്ടെന്ന് വെച്ചിട്ടല്ലേ? എന്താ ഈ പറയുന്നേ? ഞാൻ എന്താ ചെയ്യണ്ടെന്ന് പറ. ആര്യക്ക് നല്ല സന്തോഷം വരുമ്പോ ഭർത്താവിനോട് അതെങ്ങനെയാ പ്രകടിപ്പിക്കാന്ന് ഞാനിനി പറഞ്ഞു തരണോ? അയ്യോടെ മോനെ, അതിനാണോ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചോണ്ടിരിക്കുന്നേ? ഐഡിയ കൊള്ളാലോ. പക്ഷേ ഇന്നൊരു കുഴപ്പമുണ്ട്. ഇന്ന് ഒരു ഉമ്മ പോലും തരാൻ പറ്റില്ല. എനിക്ക് സൗകര്യമില്ല, അതാ കാര്യം. താൻ കിടന്നു. വരുൺ കിടക്കുന്നില്ലേ? എന്റെ കാര്യം നോക്കുന്നത് എന്തിനാ? തന്റെ ഉറക്കം നടക്കട്ടെ. അയ്യോ, എന്തൊക്കെയാ മോനെ നീ പറയുന്നേ? ഇവള് ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ? ആ, ബുദ്ധിയുണ്ടോ ഇല്ലയോന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നവര് തീരുമാനിക്കും. മിക്കവാറും ക്രൈംബ്രാഞ്ച് ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കണ്ട. സാറേ, എന്ത് വന്നാലും ഞങ്ങളെ രക്ഷിച്ചോളാവുന്ന വാക്ക് പറഞ്ഞത് നിങ്ങൾ രണ്ടുപേരും കൂടല്ലേ? ഇപ്പൊ എന്താ ഈ കേക്കുന്നേ? വരുന്ന സാഹചര്യത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആ കേസിൽ പ്രിയങ്ക അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. പിന്നെ വരുണിനെയും രാധികയും ഈ ജന്മത്തൊന്നും ചെയ്യാൻ പറ്റില്ല.
ആ ഇതൊക്കെ മറികടക്കാൻ ഒരു മാർഗമുണ്ട്. ആ, ഓ അതെന്താണെന്നൊന്ന് പറ മോനെ. അതെന്തായാലും നമുക്ക് ചെയ്യാം. മാർഗം അച്ഛൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. അച്ഛൻ പുറത്തിറങ്ങി പ്രിയങ്കയുടെ പേരിൽ ഇപ്പൊ വന്നിരിക്കുന്ന കേസ് അച്ഛൻ പിൻവലിക്കും. കണിമംഗലം പ്രിയങ്കയ്ക്ക് വേണ്ടി അച്ഛൻ പിടിച്ചെടുക്കും. എന്നാ പിന്നെ അതിന്റെ മാർഗം നോക്ക്. ചന്ദ്രശേഖരൻ പുറത്തിറങ്ങണമെങ്കിൽ കോടതിയിൽ പ്രിയങ്ക മൊഴി കൊടുക്കണം. ബുദ്ധിയില്ലാത്ത പ്രിയങ്ക അല്ല, ബുദ്ധിയുള്ള പ്രിയങ്ക. അതിനെ ഇവക്ക് ബുദ്ധി ഇല്ലല്ലോ സാറേ. ഗൗതം, ഇതെല്ലാം വെച്ച് മതിയാക്കുക. എനിക്കിനി ഒരു സസ്പെൻഷൻ കൂടി ശരിയാവില്ല. തനിക്കിനി ഇവരെ സഹായിക്കുകയോ മുന്നോട്ട് കൊണ്ടുപോയോ എന്ത് വേണോ ചെയ്യാം. ഈ ബുദ്ധിയില്ലാത്തവളെ എന്ത് പറഞ്ഞ് സഹായിക്കാനാണ് സർ? ക്രൈംബ്രാഞ്ചുകാർ കേസ് മുന്നോട്ട് കൊണ്ടുപോട്ടെ, പ്രിയങ്ക അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ. പ്രിയങ്കയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോ ജയിക്കേണ്ടത്. അപ്പൊ സുകുമാരിയമ്മേ, നിങ്ങളായി നിങ്ങളുടെ പാടായി. നിങ്ങളെ കണിമംഗലത്തിൽ നിന്ന് ഇറക്കി വിട്ടാലും ആറ്റുവാശ്ശേരി ഇറക്കി വിട്ടാലും പരാതിയുമായി ഇനി എന്റെ മുമ്പിലേക്ക് വരണ്ട. അതല്ല, ചന്ദ്രശേഖരനെ രക്ഷിക്കാനുള്ള ബുദ്ധി നിങ്ങളുടെ കൊച്ചുമകൾക്കുണ്ടെങ്കിൽ ഞാനിത് പരിപൂർണമായിട്ടും പരിഹരിച്ചു തരാം. ആ